Hello, good morning. Good morning, Miss. Morning, Miss. Good morning, Miss. Good morning. Good morning, Miss. Start ചെയ്താലോ? എല്ലാരും എത്തിയിട്ടില്ലല്ലോ, കുറെ പേരൊന്നും കാണാനില്ലല്ലോ. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ ഇങ്ങനെ ആളുകൾ ഓക്കെ തുടങ്ങാലോ അല്ലെ? ഒരു വഴിയെ വരട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്നൊക്കെ ഓർമ്മയുണ്ടോ? ലാസ്റ്റ് എന്താ പഠിച്ചു നിർത്തിയേ പറഞ്ഞേ? കാലത്തന്നെ ഒരു എനർജി ആയിട്ടിരി. റോൾ ഓഫ് PR ഓഫീസർ. റോൾ ഓഫ് PR ഓഫീസർ അല്ലെ? PROന്റെ റോളുകൾ ആരൊക്കെയായിട്ടാണ്, ആരുടെയൊക്കെ റോൾ എന്താ പറയാ ചെയ്യേണ്ടി വരും ഒരു PRO? ആരുടെയൊക്കെ റോൾ ചെയ്യേണ്ടി വരും? അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഇങ്ങനെ 4 രീതിയിലുള്ള റോളുകൾ ചെയ്യേണ്ട വരും ഒരു PRO. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ചീഫ് അഡ്വക്കേറ്റ് ഓഫ് ദ കമ്പനി. ഏത് ഓർഗനൈസേഷന്റെയും ഒരു ചീഫ് അഡ്വക്കേറ്റ് ഏതെങ്കിലും തരത്തില് എന്താ പറയാ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഓർഗനൈസേഷനിലേക്ക് തന്റെ എനർജി ഫുള്ളായിട്ട് കൊടുത്ത് ഏതൊക്കെ ഒരു സ്പോക്സ് പേഴ്സൺ എന്ന് പറയാം, മാനേജ്മെന്റിന്റെ ഒരു എന്താ പറയാ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ധൈര്യവും അതുപോലെ തന്നെ അറിവും കഴിവും സ്പീക്കിംഗ് ഒരു എബിലിറ്റിയും ഒക്കെ ഉള്ള ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് വാദിക്കുക. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോ നമുക്ക് അത് ഇന്നതാണ് എന്ന് നമ്മൾ വാദിച്ച് നിർത്തേണ്ടി വരും അല്ലെ? അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് എന്താ പറയാ PRO അഡ്വക്കേറ്റ് എന്റെ റോള് വഹിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് അവിടെ അഡ്വക്കേറ്റ് ആയിട്ട് പോകണം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പൊ എന്ത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിന്റെ മാനേജ്മെന്റിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്പീക്ക് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഒരു കഴിവ്. പിന്നെ കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിലും കമ്മ്യൂണിക്കേഷൻസ് ഓഫ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സും ഒക്കെ സ്വന്തമായിട്ട് സൂപ്പർവൈസ് ചെയ്ത് മനസ്സിലാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തെ അറിയണം, സമൂഹത്തിന്റെ സൈക്കോളജിയും മറ്റു കാര്യങ്ങളും, ഒരു ഗുഡ് ജേർണലിസ്റ്റിക് പവർ കൂടി അതിന്റെ ഒരു ടാലന്റ് കൂടി എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെ അത് മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ
അത് വളരെ ബ്രീഫായിട്ട് വളരെ റെലവെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒക്കെയാണ് ആളുകൾക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിലും PRO വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ പ്രോബ്ലം സോൾവർ ആണ്. അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് തന്നെയാണ് പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ PROനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു എന്താ പറയാ ഒരു വിശേഷണം കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഒരു സ്പിൻ ഡോക്ടർ എന്ന രീതിയിൽ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ ആണ് എന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും, ഇപ്പൊ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോകും, പക്ഷെ എല്ലാം കൂടി നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ കിട്ടേണ്ടതായിട്ടുള്ള സേവനങ്ങളും ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഓക്കെ ആക്കി വിടേണ്ട ഒരു ജോലി, ആ ഒരു എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കി പോകണമെങ്കിൽ, സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം വളരെ അത്യാവശ്യമാണ് PROന്റെ. അതുകൊണ്ടാണ് അങ്ങനെ പറയാം. അപ്പൊ എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷണൽ ഫങ്ഷൻസ്, മീറ്റിംഗ്സ്, മീഡിയ പ്ലേസ്മെന്റുകളൊക്കെ നടത്തുന്നത് ഈ എന്താ പറയാ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഫേമിന് അതല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഏതെങ്കിലും രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അത് ഗുഡ് ന്യൂസ് ആക്കി, അതായത് നല്ല രീതിയിൽ അതിനെ സ്റ്റാൻഡ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്നുള്ള രീതിയിലാണ് പ്രോബ്ലം സോൾവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഒപ്പീനിയൻ മാസ്റ്ററോ അതൊരു പ്രത്യേക കഴിവാണ്, ഒരു പ്രത്യേക ടാലന്റ് ആണ്, ഒരു ആർട്ടാണെന്ന് പറയാം. ഒരു മാസ്റ്റർ ആകുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവാണ് അല്ലെ. കുറെ പേര് കൂടിയുമ്പോൾ അതിൽ ഒരാള് മാസ്റ്റർ ആകുക എന്ന് പറയുമ്പോൾ എഫേർട്ട് കൊണ്ടാണ്. അപ്പൊ എല്ലാ ഫേമിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഔട്ട്റീച്ച് എഫേർട്ടുകൾക്ക് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലാണ് പബ്ലിക് റിലേഷൻസ് ഓഫീസറിനെ നമ്മളൊരു ഒപ്പീനിയൻ മാസ്റ്ററോ എന്ന് ഉദ്ദേശിക്കുന്നത്. അത്രയും നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇതിന് ക്വസ്റ്റ്യൻസ് എഴുതിയിരുന്നോ? കുറച്ച് ഭാഗം കൂടി എടുക്കാനുള്ളൂ, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് എഴുതാം. അതാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. എഴുതിയായിരുന്നോ? ആൻസറിൽ ഡൗട്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് നമ്മളപ്പോ അല്ലെ, ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചേ, ആൻസേഴ്സ് പറയാം. ഡാഷ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ക്യാൻ സെർവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. ഡിസ്ചാർജ് ഇന്റർവ്യൂ. ഡിസ്ചാർജ് ഇന്റർവ്യൂ ശരിയാണ്. കിട്ടിയോ എല്ലാവർക്കും അതിന്റെ ആൻസർ? അതല്ലേ എഴുതിയേക്കണ എല്ലാവരും? സംശയമുണ്ടോ? ഡിസ്ചാർജ് ഇന്റർവ്യൂ ഒരു ഫിസിഷ്യനുമായിട്ടേ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി ഇനി എന്തൊക്കെയാണ്, ഇനി വരണോ തിരിച്ച് വരണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പിന്നെ അടുത്തത്, The queries of relatives and visitors can be satisfied by a doctor or dash during visiting hours. Senior nurse. സീനിയർ നേഴ്സ് ആണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങള്, ചില ചോദ്യങ്ങള്, ചില സംശയങ്ങൾക്കൊക്കെ മറുപടിയൊക്കെ കൊടുക്കാനായിട്ട് എപ്പോഴും ഒന്നില്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സോ വിസിറ്റേഴ്സോ ഒക്കെ വരുന്നുണ്ടാവുമല്ലോ, വന്നും പോകുകയൊക്കെ ഇരിക്കും. അപ്പൊ അവർക്കുള്ള സംശയങ്ങളും അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്കും ഒക്കെ ആൻസർ പറയാനായിട്ട് ഹോസ്പിറ്റലിന്റെ റുട്ടീൻ വർക്കിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം അത് കൺട്രോൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഡോക്ടർമാർക്ക് പേഷ്യൻസിനെ നോക്കണം, അവരെ ഡയഗ്നോസിസ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേത് വിഭാഗത്തിലായാലും നഴ്സുമാരായാലും അവർക്ക് അവരുടേതായ ജോലികളൊക്കെ ഉണ്ട്. അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും ചോദ്യങ്ങളുമായിട്ട് റിലേറ്റീവ്സോ പേഷ്യൻസിനെ കൊണ്ടുവന്നിരിക്കുന്ന റിലേറ്റീവ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ സംശയങ്ങൾക്ക് നിവാരണത്തിന് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ അവരുടെ ജോലിക്ക് സമയം അതെന്താ പറയാ അത് കോട്ടം വരും അല്ലെ. അപ്പൊ അതിനെ ബാധിക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഡോക്ടറോ അതിനു വേണ്ടിയിട്ട് നിയുക്തമായിരിക്കണം, അല്ലെങ്കിൽ ഒരു സീനിയർ നേഴ്സ് അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. സീനിയർ നേഴ്സ് ആണ് അതിന്റെ ആൻസർ. ഡോക്ടർ അവിടെ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, Administrative rounds by hospital administrators should be done as dash as possible. Different level. എന്തോ Different level. ഇൻഫോർമൽ ആസ് പോസിബിൾ. അതാണോ സംശയം ഉണ്ടായിരുന്നത്? അതുകൊണ്ട് നാലാമത്തെ ഉണ്ട്. ശരി, ഓക്കെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് അങ്ങനെയുണ്ട്. സെന്റൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡ്രൗൺസ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ഡിഫറെന്റ് ലെവൽസ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഈ എന്താ പറയാ നമ്മുടെ PR ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു സന്ദർശനങ്ങളൊക്കെ റൗണ്ടിങ് ഒക്കെ നടത്തണം. ആ നടത്തങ്ങൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടി നടക്കുന്ന ആ റൗണ്ടുകള് should be dash as possible, informal as possible. ഫോർമാലിറ്റി ഒന്നും കീപ്പ് ചെയ്യാതെ ആയിരിക്കണം. എന്നുവെച്ചാൽ എന്താ പറയാ ഒരു വെറുതെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു റൗണ്ടിങ് നടത്തുക. അപ്പൊ സംഭാഷണങ്ങളും അവരുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ വളരെ ഫ്രണ്ട്ലി മാനറിലായിരിക്കണം. ഒരു ഫോർമാലിറ്റി ബേസിസിൽ പോകുമ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ നമ്മളോട് കൺവേ ചെയ്യാനായിട്ട് മടിക്കും.
അപ്പൊ ഒരു ഇൻഫോർമൽ വേ ഓഫ് ടോക്കിംഗ് ആണെങ്കിൽ, ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, ദറ്റ് വിൽ ടെൻഡ് ദ പേഷ്യൻസ് ഓർ ദ റിലേറ്റീവ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് ആൻഡ് എവറിത്തിങ്. അല്ലെ, അവര് നമ്മളോട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി പറയും. അപ്പൊ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അവര് തമ്മിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു റൗണ്ടിങ് നടത്തുന്നത്. അപ്പൊ എന്താ പറയാ, തെറ്റിക്കണ്ട, അത് ഡിഫറെന്റ് ലെവൽസ് ആസ് ഇൻഫോർമൽ ആസ് പോസിബിൾ എന്നാണ്. ഇൻഫോർമൽ എന്ന് പറയുന്ന വേർഡാണ് മിസ് ആയേക്കണം കേട്ടാ. അണ്ടർലൈൻ ചെയ്ത ഫില്ല് ചെയ്യേണ്ട വേർഡ് ഇൻഫോർമൽ ആണ് കേട്ടോ. അറ്റ് ഡിഫറെന്റ് ലെവൽസ് എന്നുള്ളതല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കോ, 4ാമത്തെ. Give some example for displaying communication in different areas of hospital. നമ്മള് ഈ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ എന്തൊക്കെ കാര്യങ്ങള് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്തൊക്കെ നമുക്കൊരു ഹോസ്പിറ്റലിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് വെക്കാമെന്ന്. മിസ്, ആൻസർ ഞാൻ എഴുതിയേക്കണത് ഒന്ന് നമുക്കൊരു 7 പോയിന്റ് ഉണ്ടായിരുന്നില്ലേ? കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, ഓപ്പൺ ഹൗസ് അപ്രോച്ച്, സൈനേജ് ആൻഡ് നെയിം ബോർഡ്. അതാണ് ആൻസർ എഴുതിയത്. സംശയം. ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും മാറ്റി എഴുതിയിട്ടുണ്ടോ? മിസ്, അതൊന്ന് മിസ് ചുരുക്കി പറഞ്ഞുതരാമോ? തെറ്റി പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ചോദിച്ചത് അതല്ല, അതായത് നമുക്ക് പല കാര്യങ്ങളും, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത് മുഴുവനും തന്നെ. അതായത് അത് പല പല ഭാഗങ്ങളിൽ അതല്ല, നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് പേഷ്യൻസിനെയും വന്നു പോകുന്ന വിസിറ്റേഴ്സിനെയൊക്കെ നോക്കി നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും അവരോട് പറയാമെന്നൊക്കെയുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ചില കാര്യങ്ങൾ, ചില എക്സാമ്പിൾസ് നമുക്ക് അതിനു വേണ്ടി കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ ഈ സൈൻ ബോർഡുകൾ എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്യാം, എവിടെയെങ്കിലും ഒക്കെ വെക്കാം. അതുപോലെ തന്നെ സൈൻ ബോർഡുകൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, സൈനേജ്, നെയിം ബോർഡുകള്, പിന്നെ എന്താ പറയാ ഫ്ലോർ പ്ലാനുകൾ. ഓരോ ഫ്ലോറിലും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഫാർമസിയിലേക്ക് നമുക്ക് എത്തണം, ചിലപ്പോ അത് എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ഓരോ ഫ്ലോറിലും ഫ്ലോർ പ്ലാനുകൾ വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പം ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആൾക്കാർക്ക് എവിടെ സ്ഥലങ്ങളിൽ എത്താമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ICU എവിടെയാണ്, അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് ഏതെങ്കിലും ഒരു ഇടം, അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് പ്രധാനമായിട്ടും പോകേണ്ട ഇടങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ചില ഹോസ്പിറ്റൽസിലൊക്കെ വലിയ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഭാഗം എവിടെയാണ്, വിഭാഗങ്ങൾ എവിടെയാ വർക്ക് ചെയ്യുന്നത് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു ഫ്ലോർ ഏരിയാസ്, ഇപ്പൊ നമ്മള് ലുലുവിലൊക്കെ വരുമ്പോ എല്ലാ ഫ്ലോറിലും അവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ടാവും ഫ്ലോറിനെ കുറിച്ചിട്ട്. ആ ഫ്ലോറിൽ എന്താണ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മാപ്പ് ഉണ്ടായിരിക്കും. ഇന്ന കാര്യം എവിടെയാണ്, ഇപ്പൊ ഇന്ന ഫുഡ് കോർട്ട് ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ ഇത് ഇവിടെയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഡിസ്പ്ലേ ചെയ്ത ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ലാഭിക്കാൻ സാധിക്കും. ഒരു പേഷ്യന്റിനാണെങ്കിലും പേഷ്യന്റിനെ കൊണ്ടുവരുന്ന ആളുകൾക്കാണെങ്കിലും ടൈം കൺസ്യൂമിങ്ങും അല്ലെ, അതൊക്കെ കുറച്ച് എളുപ്പമാക്കാൻ സാധിക്കും. പിന്നെ അതാണ് അതിന്റെ എക്സാമ്പിൾസ്. പിന്നെ മാത്രമല്ല, ഇപ്പൊ പേഷ്യൻസിനെ കാണാനായിട്ട് ഇന്ന റൂമിലാണ്, അപ്പൊ റൂമിന് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ റൂം നമ്പർ, അതും ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ബ്രോഷേഴ്സ്, പിന്നെ വിസിറ്റേഴ്സിന് പറ്റിയ ഗൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുക. അതാണ് അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞത് കേട്ടോ. എക്സാമ്പിൾസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമുക്ക് സ്വീകരിക്കാവുന്ന ചില മാർഗങ്ങളുടെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചത്. സൈനേജ്, നെയിം ബോർഡ്സ്, പിന്നെ എന്താണ് പറയാ ഫ്ലോർ പ്ലാൻസ് displayed at different strategic places. പിന്നെ എന്താ പറഞ്ഞത്, നമ്മൾ നമ്പർ ഓഫ് ഈച്ച് റൂം നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ പേഷ്യന്റിന് ഹോസ്പിറ്റൽ ബ്രൗഷർ, വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗൈഡ്, ഇതൊക്കെ അതാണ് എക്സാമ്പിൾസ്. ഒന്ന് പറയാൻ എന്തോ എഴുതിയിരിക്കണം? എഴുതിക്കോ. 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സിൽ ചില ഡൗട്ട് വന്നതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. എഴുതി വെക്കാം. സൈനേജ് name boards, floor plans at different places, room numbers, അല്ലെങ്കിൽ നമ്പേർഡ് റൂംസ്, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. റൂം നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പേർഡ് റൂംസ്, പേഷ്യന്റ് ഇൻഫോർമേഷൻ ബ്രൗഷർ, BROCHURE, patient information brochure, visitors guide, etc. കഴിഞ്ഞില്ലേ?
കഴിഞ്ഞു മാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു വന്നാ. തീർന്നാ ക്വസ്റ്റ്യൻ? ഒരെണ്ണം കൂടെ ഉണ്ട്. ലിസ്റ്റ് എനി ഗ്രൂപ്പ്സ് ഇൻ വിച്ച് ഹോസ്പിറ്റൽ ടൂർസ് ബി കണ്ടക്ടഡ് ഫോർ പബ്ലിക് ഇൻഫർമേഷൻ. പബ്ലിക് ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ നിന്ന് ഹോസ്പിറ്റൽ ടൂർസ് നടത്താം എന്നാണ് നമ്മൾ പറഞ്ഞത്? സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് റിലീജിയസ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്, റിലീജിയസ് ലീഡേഴ്സ്, പിന്നെ പല വേരിയസ് ഓർഗനൈസേഷനിൽ നിന്നുള്ള മെമ്പേഴ്സ്, പിന്നെ എന്താ പറയാ ടീച്ചേഴ്സും സ്റ്റുഡൻസും സ്കൂളുകളിൽ നിന്നൊക്കെ, അങ്ങനെയൊക്കെ ഇതൊക്കെ ഇവർക്കൊക്കെ ഒരു ഹോസ്പിറ്റൽ ടൂർസ് നടത്തി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ ടൂറിന്റെ ഭാഗമായിട്ട് അവര് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടാവുന്ന പല അറിവുകളും, ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് അറിവില്ലായ്മ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതടക്കം അവിടെ ഏതൊക്കെ തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ അവരുപയോഗിക്കുന്ന ടെക്നോളജി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പല എന്താ പറയാ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു ഹോസ്പിറ്റൽ ടൂർസ് ഒക്കെ നടത്തുന്നത്, ഇത്തരം ഗ്രൂപ്പുകൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് ഇന്ന് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പൊ നോക്കാം, നമുക്ക് ഇന്നത്തെ ഒത്തിരി ഭാഗം മാത്രമേ ഉള്ളൂ. അത് വേഗം ഒന്ന് എടുത്ത് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മൊത്തത്തിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതുകയും സമയം ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് കേട്ടോ. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ PROന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. എന്താണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും ക്യാമ്പയിൻസും എന്താ പറയാ പ്ലാൻ ചെയ്യുക. എന്താ സ്ട്രാറ്റജി ആൻഡ് ക്യാമ്പയിൻ? സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രങ്ങൾ, പുതിയ തന്ത്രങ്ങളൊക്കെ, അതായത് അവരുടെ എന്താ പറയാ റിലേഷൻസ് പബ്ലിക്കുമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരു പബ്ലിസിറ്റി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും അതുപോലെ തന്നെ തന്ത്രങ്ങളും മെനയെ മാത്രം പോരാ, അതും ആളുകളിലേക്ക് പ്രചരിപ്പിക്കണം അല്ലെ. അപ്പൊ അത് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് ഒരു പ്ലാനിങ് നടത്താം. ടു ഫോർകാസ്റ്റ്, അതായത് നേരത്തെ കൂട്ടി മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, കരുനീക്കുക അല്ലെ. അതായത് അത് എങ്ങനെ നമുക്ക് ഈ എന്താ പറയാ ഹോസ്പിറ്റലിലെ മറ്റു കാര്യങ്ങളൊക്കെ ആളുകളെ അറിയിക്കാം അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. അപ്പൊ അതിനുള്ള തന്ത്രങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്നത് തന്നെയാണ്. അതൊരു പബ്ലിക് റിലേഷൻസ് ഓഫീസറിന്റെ ഫംഗ്ഷൻ ആണ്. അടുത്തത് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. പിന്നെന്താ ഉള്ളത്? അതായത് പ്രസ് റിലീസ് ഒക്കെ നടത്തുമ്പോൾ, അതായത് നമ്മള് പ്രസ് മീറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ന്യൂസ് പേപ്പറിലേക്കൊക്കെ വാർത്തകളൊക്കെ വരുന്നത്, ഈ മീറ്റിങ്ങുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് നടക്കുന്നത് ആളുകൾ എന്ത് ചെയ്യുന്നു, കുറെ മീഡിയാസ് ഒക്കെ വന്നിട്ട് അത് ഷൂട്ട് ചെയ്തോ അല്ലെങ്കിൽ അത് കവർ ചെയ്തോ അവരവരുടെ എന്താ പറയാ എഡിഷൻസിലേക്ക് അവർ വിടുന്ന ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മാഗസിൻസ്, എന്ത് തരത്തിലുള്ള പബ്ലിഷിംഗ് സാധനങ്ങളായാലും അതിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അവർ ചില ഇത്തരം മീറ്റിങ്ങുകളൊക്കെ നടത്തേണ്ടി വരും. അപ്പൊ ഈ മീറ്റിങ്ങുകളൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റൽസിലെ പല ആളുകളെയൊക്കെ വിളിക്കുമായിരിക്കും. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് തങ്ങളുടെ ഹോസ്പിറ്റൽസിനെ കുറിച്ച് പ്രസന്റ് ചെയ്യേണ്ടത്, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി എഴുതി തയ്യാറാക്കുക, അത് പ്രൊഡ്യൂസ് ചെയ്യുക, അത് പ്രസ് മീറ്റിംഗിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് മറ്റൊരു ഫംഗ്ഷൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തൊട്ടു മുന്നില് പറഞ്ഞല്ലോ, നല്ലൊരു സാമർത്ഥ്യമുള്ള ആളായിരിക്കണം, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും ഒക്കെ കപ്പാസിറ്റി, ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കപ്പാസിറ്റി, അത് ഏത് ഭാഷയിലും ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും അറിയണം. അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നമ്മള് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പോരല്ലേ. പ്രസ് മീറ്റിംഗിലൊക്കെ പങ്കെടുക്കാനുള്ള ആള് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊക്കെ കണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരം എന്തൊക്കെയാണ് ഇതിന്റെ നല്ല വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യണം അല്ലെ. പ്രസ്സിലൊക്കെ അതായത് പേപ്പേഴ്സിലൊക്കെ നമ്മൾ ന്യൂസ് കൊടുക്കുമ്പോൾ വളരെ നല്ല എന്താ പറയാ ഡബിൾ മീനിങ് ഒന്നും കൊടുക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചൊക്കെ വേണം നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നോട്ട്സ് ഒക്കെ എഴുതി തയ്യാറാക്കാൻ. അപ്പൊ അതൊക്കെ എഴുതുക, അത് പ്രൊഡ്യൂസ് ചെയ്യുക, അത് അവിടെ കൊണ്ടുപോയി പ്രസ് മീറ്റില് പ്രസന്റ് ചെയ്യുക എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ഫംഗ്ഷനാണ്. ഇത് അവരുടെ പ്രവർത്തനങ്ങളാണ്, അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നേരത്തെ അവരുടെ റോളുകളും അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കഴിവുണ്ടായിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ക്വാളിറ്റീസ് പറഞ്ഞു, അവർക്ക് എന്തൊക്കെയാണ് അവര് എന്താ പറയാ അവരുടെ റോൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ഇവർ ചെയ്യേണ്ട പ്രവർത്തികളാണ് കേട്ടോ.
ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, ദ പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻസ്. ഇനി ഏതെങ്കിലും തരത്തില് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന്, പുറത്ത് ആളുകളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറീസ് വന്നാൽ അതിനെ ഡീൽ ചെയ്യണം. പ്രസ് മീറ്റിൽ ആളുകൾ എന്തെങ്കിലും ചോദിച്ചാൽ, ഒരു പ്രസ് മീറ്റിംഗിൽ പൊതുജനങ്ങൾ എല്ലാവരും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അത് ചോദിക്കാൻ വരുന്നത് ഈ എഡിറ്റേഴ്സ് ആയിരിക്കും. അതായത് പല ഇത്തരം കാര്യങ്ങളിലൊക്കെ എഴുതുന്ന ആളുകൾക്ക് പല സംശയങ്ങളുണ്ടായിരിക്കും. അപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾക്കോ ഒക്കെ ആൻസേഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യേണ്ട ഒരു ഫംഗ്ഷനും ഈ പുള്ളിക്കാരനാണ് ചെയ്യേണ്ടത്. പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ടു ഡീൽ വിത്ത് ദ എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, ദ പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ ആ പോയിന്റ്? 3 പോയിന്റ് ക്ലിയർ ആയോ ഇപ്പൊ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ. അടുത്തത്, ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ് സച്ച് ആസ് പ്രസ് കോൺഫറൻസ്, ഓപ്പൺ ഡേയ്സ്, എക്സിബിഷൻസ്, ടൂർസ് ആൻഡ് വിസിറ്റ്. ഇനി ഹോസ്പിറ്റലിന്റെ പേരിൽ നടക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. പ്രൊമോഷണൽ ഇവന്റ്സ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ, പ്രൊമോഷണൽ ഇവന്റുകളൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് പിന്നെ പ്രസ് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യണം, ഓപ്പൺ ഡേയ്സിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടേതായ പ്രത്യേക ഒരു ദിവസമൊക്കെ ഉണ്ടാവും. പല എക്സിബിഷൻസ് നടത്തുന്നിടത്ത്, ടൂറുകൾ ആളുകൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫംഗ്ഷൻസ് നടക്കുന്ന സ്ഥലത്തൊക്കെ അതൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക. പോവുക മാത്രമല്ല, പോകുന്നതിന് മുമ്പ് അതൊക്കെ ഓർഗനൈസ് ചെയ്യണം. ആരാണ് പോകേണ്ടത്? താൻ തന്നെയാണ് പോകേണ്ടത്. തന്റെ ഒപ്പം ഇനി ആരെങ്കിലും വരണോ? അത് പോകുന്നത് ഇന്ന സ്ഥലത്തേക്കാണ്. അപ്പൊ അവിടെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതൊക്കെ കുറിച്ചൊക്കെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി തയ്യാറെടുത്ത് പോകണം. ഒരു പ്രിപ്പറേഷൻസിലോട് കൂടി തന്നെ പോകണം. അല്ലാതെ ഓടി അങ്ങോട്ട് പോയാൽ പോരാ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമ്മളോട് ചോദിക്കപ്പെടുക. അതിന് ഞാൻ എങ്ങനെ അവർക്ക് റിപ്ലൈ കൊടുക്കേണ്ടി വരും, എന്തായിരിക്കണം ആൻസേഴ്സ്. അപ്പൊ പല ചോദ്യങ്ങൾക്കും ഉള്ള ആൻസറുമായിട്ട് ആയിരിക്കണം ആള് പോകേണ്ടത്. അപ്പൊ പുള്ളി തന്നെ മനസ്സിൽ കുറെ ആലോചിക്കണം, ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് അതൊക്കെ അറ്റൻഡ് ചെയ്യുക. ടു സ്പീക്ക് പബ്ലിക്ലി അറ്റ് ഇന്റർവ്യൂസ്, പ്രസ് കോൺഫറൻസ് ആൻഡ് പ്രസന്റേഷൻസ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഥലങ്ങളിൽ പങ്കെടുക്കുമ്പോഴും ഇന്റർവ്യൂസിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് പബ്ലിക്കിൽ സംസാരിക്കാനായിട്ട് കഴിവുള്ള ആളായിരിക്കും. എന്ന് വെച്ചാൽ അത് കഴിവുള്ള ആളായിരിക്കും എന്നല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിവുള്ള ആളായിരിക്കുന്നു, കഴിയണം. അതായത് ഫംഗ്ഷൻ ആണ്, പ്രവർത്തിക്കണം. എന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കണം എന്ന്. തനിക്ക് പകരം അയ്യോ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്, പകരം എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആള് വേറെ ഉണ്ട്, പക്ഷെ അത് പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ല എങ്കിൽ അദ്ദേഹത്തിന് അവിടെ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ആൾ തന്നെയാണ് സംസാരിക്കുന്നത്. PR ആരാണോ ആളാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആള് വേണം എന്താകാനായിട്ട്, PR ആകാനായിട്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജോലിയിലേക്ക് നമ്മൾ തലയെടുത്ത് വെക്കുമ്പോൾ വിചാരിക്കണം എനിക്ക് അതിനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആകണം, എന്നിട്ട് വേണം. അപ്പൊ സ്പീക്ക് ചെയ്യാനായിട്ട് നല്ല കഴിവ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആള് ഇത് സ്പീക്ക് ചെയ്യണം. Provide clients with information about new promotional opportunities and current pre-campaigns progress. ഇനി മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിന്റെ പുതിയ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ തന്നെ ഉണ്ട് അതിനെ കുറിച്ചിട്ട് ക്ലയൻസിന്, അതായത് അവരുടെ കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. മാത്രമല്ല ഇപ്പോൾ ഉള്ളതും അതുപോലെ തന്നെ ക്യാമ്പയിൻ, അതായത് പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾക്ക് എന്തൊക്കെ ആണ് അവർക്ക് കിട്ടിയിരിക്കുന്ന പുരോഗമനങ്ങൾ എന്തൊക്കെയുണ്ട് അതിനെ കുറിച്ചിട്ടും, കറന്റ് അഫയേഴ്സിനെ കുറിച്ച്, ഇപ്പോഴത്തെ നിലനിൽപ്പ്, അതായത് ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ ചുറ്റുപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യണം എന്നാണ് കേട്ടോ. പ്രൊവൈഡ് ചെയ്യേണ്ടി വരും എന്നുള്ള, പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇൻഫർമേഷൻസ് അബൌട്ട് ദ ന്യൂ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കറന്റ് പ്രീ ക്യാമ്പയിൻ പ്രോഗ്രസ്. അതായത് നമ്മൾ മുൻകൂട്ടി പ്രചാരണങ്ങളൊക്കെ നടത്തുന്നതിന് മുൻകൂട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിട്ട് അതൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. പിന്നെന്താ, ടു അനലൈസ് മീഡിയ കവറേജിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. അതായത് എത്ര മീഡിയ അവിടെ പ്രസന്റ് ആയിരുന്നു, പ്രസ് മീറ്റ് നടത്തി കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ, അപ്പൊ എത്രത്തോളം നമ്മളുടെ ഇൻഫർമേഷൻസ് പുറത്ത് ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മീഡിയ കവറേജിനെ കുറിച്ച് ഒരു അനാലിസിസ് പുള്ളി നടത്തിയിരിക്കണം. പിന്നെ ടു ലേസ് വിത്ത് ക്ലയൻസ് മാനേജീരിയൽ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫ് അബൌട്ട് ബഡ്ജറ്റ്സ്, ടൈം സ്കെയിൽസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. മാത്രമല്ല തന്റെ ഇപ്പൊ ഹോസ്പിറ്റലിനകത്ത്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ആണ് പഠിക്കുന്നത്, അവിടുത്തെ ക്ലയന്റുകൾ, അവിടെ വരുന്ന ക്ലയന്റുകളൊക്കെ അവിടുത്തെ കാര്യങ്ങൾ, മാനേജീരിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പത്രത്തിൽ എഴുതുന്നത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാ, അതിനെക്കുറിച്ച് സ്റ്റാഫിനും അതുപോലെ തന്നെ അവിടെയുള്ള അതിന്റെ ബഡ്ജറ്റും അതുപോലെ തന്നെ അതിന്റെ ടൈം സ്കെയിൽസും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സും ഒക്കെ
എല്ലാവർക്കും എന്താ പറയാ മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പരസ്പരം അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ലയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പർക്കം, അതായത് കമ്മ്യൂണിക്കേറ്റ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ക്ലയൻസ്, കമ്മ്യൂണിക്കേറ്റ് എന്ന വാക്ക് വേണമെങ്കിൽ നമുക്ക് അതിന് പകരം അവിടെ ഉപയോഗിക്കാം. ടു ലയസ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ആണ് വിത്ത് ക്ലയൻസ്, മാനേജീരിയൽ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫ്. അവിടെയുള്ള മാനേജ്മെന്റിനും അവിടെയുള്ള ഈ എഴുതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്റ്റാഫൊക്കെ, അവർക്ക് അവരുടെ ബഡ്ജറ്റിനെ കുറിച്ച്, അവരുടെ സമയപരിധികളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്നതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ എന്താ പറയാ ഫംഗ്ഷൻ ആണ്, പ്രവർത്തനങ്ങളാണ്, അവർ ചെയ്യേണ്ടതാണ്. അപ്പൊ കുറച്ചൊക്കെ നിങ്ങൾ പോയിന്റ് വൈസ് കുറച്ച് പോയിന്റുകളെങ്കിലും മനസ്സിലാക്കി വെക്കാം. നമുക്ക് ചോദ്യങ്ങൾ പബ്ലിക് റിലേഷൻസ് ഓഫീസറിന്റെ ഫംഗ്ഷൻസിൽ പ്രധാനപ്പെട്ടത് ഒരു 3-4 ഓർത്തിരുന്നാൽ മതി. അതിൽ നിന്ന് നമുക്ക് വൺ വേർഡ് ഒക്കെ ഉണ്ടാക്കി ചോദിക്കാം. പക്ഷെ വലിയതോ അല്ലെങ്കിൽ ഇത്തിരി പാടുള്ളതോ ഒക്കെ ആയിട്ടുള്ളത് നിങ്ങളൊന്ന് വിട്ടേക്കാം. നമുക്ക് എന്തായാലും ഇത് കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ അറിയണം. ഇപ്പൊ സ്ട്രാറ്റജീസും ക്യാമ്പയിൻസും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് പ്ലാൻ ചെയ്യുക എന്നുള്ളത്, പിന്നെ എന്താ പറയാ പ്രസ് റിലീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ് ചെയ്യണം, അത് മാത്രമല്ല അത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് അവിടെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യണം എന്നുള്ളത്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് എളുപ്പത്തൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ പബ്ലിക്കായിട്ട് ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കാനും പ്രസ് മീറ്റിംഗിലായാലും ഒക്കെ സംസാരിക്കാനും പ്രസന്റ് ചെയ്യാനൊക്കെ എന്തായാലും ചെയ്യണം എന്നുള്ളതാണ്. അതൊക്കെ അറിയാം. പിന്നെ മീഡിയ കവറേജിനെ കുറിച്ചിട്ടുള്ള അനാലിസിസ് ചെയ്തിരിക്കണം എന്നുള്ളത്. ഇത്രയും ചെറിയ പോയിന്റുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. വലുത് നിങ്ങളോട് പഠിക്കാനായിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് നമ്മളിപ്പോ കണ്ടത്. അടുത്തത് നമുക്ക് നോക്കാം സം അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ് ആണ്. നമ്മളിപ്പോ പറഞ്ഞു പോയതിൽ ചില ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, അതായത് പബ്ലിക് റിലേഷനെ കുറിച്ച്, പബ്ലിക് റിലേഷൻ ഓഫീസറിനെ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസിനെ കുറിച്ചിട്ട് ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു കൺക്ലൂഷൻ എന്നതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ നമ്മൾക്ക് തന്നിട്ടുണ്ട്. അഡീഷണൽ കൺസിഡറേഷൻ ചില പ്രധാനപ്പെട്ട കരുതലുകൾ എന്തൊക്കെയാണെന്നാണ്. അതിലൊന്നാമത്തേത് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. പ്രസ് മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ അവർക്കിടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൊടുക്കാനും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഴിവ് ഈ പറഞ്ഞ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയുള്ളതായിരിക്കണം? ദ കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്, എങ്ങനെയായിരിക്കണം കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്? അവർ പറയുന്നത് ഇങ്ങനെയാണ്. PR എപ്പോഴും ഒരു ലോക്കൽ പ്രസിനെ, നമ്മൾ പറഞ്ഞില്ല എവിടെയാണ് ഈ ന്യൂസ് ഒക്കെ വരിക, ഹോസ്പിറ്റൽസിനെ സംബന്ധിക്കുന്ന ന്യൂസുകൾ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. എവിടെ വരുന്ന പറഞ്ഞേ? എവിടെ വരുന്ന പറഞ്ഞില്ല? ലോക്കൽ പേജിലാണ് അല്ലെ, ലോക്കൽ ന്യൂസിന്റെ ഒരു പേജ് ഉണ്ട് അല്ലെ, ആ പേജിലായിരിക്കും. അപ്പൊ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ന്യൂസുകൾക്ക് വേണ്ടിയിട്ട് ഒരു പേജ് ഉണ്ട്. അപ്പൊ ലോക്കൽ ന്യൂസ് വരുന്ന പേജിൽ എന്തുണ്ടായിരിക്കും? ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരം ലോക്കൽ പേജിലാണ്. മൊത്തത്തിൽ എല്ലാവരുടെയും ഇന്റർനാഷണൽ പേജിലോ മറ്റു പേജുകളിലൊക്കെ ഒന്നും അല്ല, ഓരോന്നിനും ഓരോ. അപ്പൊ ലോക്കൽ പേജിൽ ലോക്കൽ ഭാഗത്ത് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ന്യൂസുകളാണ്. അപ്പൊ അതിനൊരു പർട്ടിക്കുലർ പേജ് ഉണ്ട്. അപ്പൊ PR ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? അവിടുത്തെ ലോക്കൽ പ്രസ്സിനെ വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊരു ഹോസ്പിറ്റൽസിന്റെയും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷന്റെയും PR ഓഫീസർക്ക് ഹി ഷുഡ് എന്താ പറയാ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഒരു ബന്ധം അല്ലെ ഒരു അറിവ് ഈ പറഞ്ഞ ലോക്കൽ പ്രസ്സിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മള് ഇന്ന ആൾക്കാരുടെ ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്, അപ്പൊ തന്നെ അവിടുത്തെ PRO ആണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു അറിവ്, അതായത് പേഴ്സണലി അറിയുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത്, നല്ലൊരു ബന്ധം അവരുമായിട്ട് ഉണ്ടായിരിക്കും. എന്തിനാണെന്നറിയാമോ? ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽസ് പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ്. അതിന്റെ കാരണം ഇതാണ്, ഒരു ലോക്കൽ പ്രസ് എന്ന് പറയുന്നത് നമ്മൾ അവരെ ചേർത്ത് പിടിച്ചാൽ, നമ്മളൊരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കാം. നമ്മളെല്ലാവരും ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയുക ഹോസ്പിറ്റൽ നടത്തുന്ന ആൾക്കാരും അവിടുത്തെ ജോലിക്കാരും ഒക്കെയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ന് പറയുന്ന നമ്മള് ഈ എല്ലാവരും കൂടിയാണ് ഈ ഹോസ്പിറ്റലിൽ ക്യാരി ഓൺ ചെയ്യുന്നത്. പുറത്ത് ഒരു ലോക്കൽ പ്രസ് ഉണ്ടെന്ന് വിചാരിക്കും, AB എന്ന് പറയുന്ന ഒരു ലോക്കൽ പ്രസ്. അപ്പൊ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ PRO എന്ന് പറയുന്ന ആള് ആ ലോക്കൽ പ്രസ്സുമായിട്ട് ഒരു ചെറിയ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചാൽ ഇവർക്ക് ഈ പ്രസ്സുകാർക്ക് ഒരു പരിധി വരെ ഹോസ്പിറ്റൽസിന്റെ പല കാര്യങ്ങളിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽസ് പ്രിൻസിപ്പൽ ഹെൽപ്പർ
എന്താ പറയാ ഒരു ഉദാത്തമായ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പർട്ടിക്കുലർ ഒരു ഹെൽപ്പ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടും. അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഏത് ന്യൂസ് പേപ്പർകാർക്ക് അറിയില്ല ഏത് ഹോസ്പിറ്റലിൽ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ ചെറിയൊരു വാർത്ത വന്നു, ശരി ഓക്കെ, ആ ഒരു വാർത്ത ഞങ്ങൾ പബ്ലിഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ബന്ധമില്ല. എന്നാൽ ഒരു നല്ല റിലേഷൻ അവരുമായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും പ്രസ്സുകാർക്ക് ഹോസ്പിറ്റൽസിനെ സഹായിക്കാൻ സാധിക്കും. ഒരു കാര്യം അടുത്ത സെന്റൻസിൽ പറഞ്ഞേക്കുന്നത് വളരെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എ ഹോസ്റ്റൈൽ പ്രസ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹാം എന്ന് വെച്ചാൽ എന്താ? എ ഹോസ്റ്റൈൽ പ്രസ് എന്ന് പറഞ്ഞാൽ ശത്രുതയുള്ളത്. ഇപ്പൊ നമ്മള് എന്താ പറയാ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ നേരത്തെ പറഞ്ഞ എബി എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു പ്രസ്സാണ്. നമ്മുടെ വാർത്തകളൊക്കെ നമ്മൾ സാധാരണ ലോക്കലിൽ കൊടുക്കാറുണ്ട്. ഇഫ് ദർ ഈസ് എനി ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുത. ഒരു ശത്രുത മനോഭാവമാണ് അവർക്ക് നമ്മളോടുള്ളതെങ്കിൽ അവര് നമുക്ക് ചെയ്യുന്നത് ഗുണത്തെക്കാളല്ലേ അല്ലെങ്കിൽ നന്മയേക്കാളേറെ ദോഷം ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്ന വാർത്തയെ ട്വിസ്റ്റ് ചെയ്ത് വേറെ രീതിയിലാക്കി അത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് അടിക്കുന്ന രീതിയിൽ എഴുതി പിടിപ്പിക്കാനും സാധ്യതയുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? ആ ഒരു കാര്യം എന്താന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഒരാൾ മാത്രം മറുപടി പറയുന്നുള്ളൂ. മനസ്സിലായിട്ടില്ല ബാക്കി ആർക്കും? ഒന്നുകൂടെ പറയോ? അതൊന്നുകൂടി കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കാത്തിരിക്കുന്നത്. അതായത് നിങ്ങള് മനസ്സിലായെങ്കിൽ ഇങ്ങോട്ട് പറയണം. ഒരാൾ ചോദിക്കുമ്പോ ആ മനസ്സിലായി എന്ന് പറയുമ്പോ ഒരാളോ രണ്ടാളോ മാത്രമായിരിക്കും ചിലപ്പോ മനസ്സിലായി എന്ന് പറയണം. ബാക്കിയുള്ളവർ മിണ്ടുന്നില്ല. എല്ലാവരും ഇല്ലേ അവിടെ? ഇവിടെ ഉണ്ടോ എല്ലാവരും? അല്ലെങ്കിൽ ഓണാക്കി വെച്ചിട്ട് പോയി കളഞ്ഞേക്കാണോ? എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക. അതായത് PR ഓഫീസർ മസ്റ്റ് ഗെറ്റ് ടു നോ ദ ലോക്കൽ പ്രസ് വെൽ എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ലോക്കൽ പ്രസ്സുമായിട്ട് ഒരു നല്ല ബന്ധം, നന്നായി അറിയുന്നവരായിരിക്കണം. നല്ല അറിയുന്ന ആളുകളായിരിക്കണം നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എഡിറ്റർ കൊടുത്തിട്ട് നമ്മളൊരു അടുത്തുള്ള പ്രസ്സിൽ കാര്യങ്ങൾ നമ്മുടെ വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവരുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരെ നന്നായി അറിയണം. നമ്മൾക്ക് ദോഷം വരുന്ന രീതിയിലൊന്നും അവർ പ്രവർത്തിക്കില്ലാത്ത രീതിയിലേക്ക് ആക്കണം ആ ബന്ധത്തെ. അപ്പൊ നമുക്ക് അറിയാം, നമ്മളിപ്പോ എല്ലാവരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ചിരിച്ചു കാണിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെല്ലാവരും എന്നെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. പക്ഷെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അവരുടെ ഉള്ളിലേക്ക് കയറി നോക്കാൻ പറ്റില്ല. അത് ചില ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസിലൂടെയോ അവർ നമ്മളോട് ചെയ്യുന്ന ചില കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാം. ഈ പ്രസ്സുകാരും ഇതുപോലെ പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അവർ പബ്ലിഷ് ചെയ്യും. അത് കുറെ നാളുകളായി. പക്ഷെ ഇവർക്ക് ഈ എന്താ പറയാ നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ ലോക്കൽ പ്രസ്സുകാര് അവരെ ഈ ഹോസ്പിറ്റൽസിന് അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനായാലും ഒരു പരിധി വരെ നല്ല രീതിയിൽ സഹായിക്കും. അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഈ പ്രസ്സുകാരുടെ അവരുടേതായ രീതിയിൽ കുറച്ചൊക്കെ എഴുതി പിടിപ്പിച്ച് കൂട്ടിച്ചേർത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എഴുതി പിടിപ്പിക്കാനും വളരെ സഹായകരമായിരിക്കും ഈ ലോക്കൽ പ്രസ്സുകാർ. എന്നാൽ ഏതെങ്കിലും തരത്തില് ഹോസ്റ്റൈൽ പ്രസ് ആണെങ്കിൽ, ശത്രുതയുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രസ്സുകളാണെങ്കിലോ അവര് ചിലപ്പോ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാകുക. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഹോസ്റ്റൈൽ പ്രസ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹാം എന്ന് വെച്ചാൽ ഒരുപാട് ഉപദ്രവം നമുക്ക് അവരെ കൊണ്ടുണ്ടാകും. കാരണം നമ്മളൊരു വാർത്ത കൊടുത്തു, നമ്മൾ കൊടുത്ത വാർത്തയെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി അവര് ആളുകളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അത് നല്ലതായിരിക്കോ നന്മയായിരിക്കോ? നമുക്ക് നമ്മുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ഓർഗനൈസേഷന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആളുകളിൽ ഉണ്ടാക്കുക. ശരി, അങ്ങനെയാണല്ലേ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ കേൾക്കുമല്ലോ. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ നടന്നു, എന്താ പറയാ കൂടുതലും എന്താ പറയാ പ്രഗ്നന്റ് ആയിരുന്നവര് ഓപ്പറേഷനിൽ യുവതി മരിച്ചുപോയി, കൊച്ചു മാത്രം കിട്ടി, അത് അവരുടെ അശ്രദ്ധയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പേപ്പറിലൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നൊന്നും തിരക്കി പോകാൻ ആളുകൾ നോക്കില്ല. അവിടെ എന്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അതാണ് നമ്മളെല്ലാവരും ഏറ്റെടുക്കുക. ശരി, അങ്ങനെയാണല്ലേ. അപ്പൊ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ബ്ലാക്ക് മാർക്ക് നമ്മൾ അവിടെ തന്നെ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ അവര് നമ്മളുടെ മനസ്സിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അത് ഇനി അപ്പൊ നമ്മൾ ആയാലും അതെ അവിടെ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമ്മൾ പിന്നെ ആ വഴിക്ക് പോകാൻ നോക്കില്ല. കാരണം അവിടെ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് മറ്റ് ഏതെങ്കിലും രീതിയിൽ വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് കൊടുക്കുന്ന എന്താ പറയാ ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ കവർ ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാണ് പറഞ്ഞത്. ഏതെങ്കിലും ശത്രുതയുള്ള പ്രസ്സുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് അവര് തന്നെ വന്നിട്ട് പ്രസ് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ഷൂട്ട് ചെയ്തോ അല്ലെങ്കിൽ അവര് വിവരങ്ങൾ എടുത്തോ ന്യൂസ് ഒക്കെ എടുത്തിട്ടോ പോയിട്ട് അവര് തന്നെ ഒരു പബ്ലിഷ് എന്താ പറയാ അവിടുത്തെ ഡെയിലി ന്യൂസിലൊക്കെ ലോക്കൽ പേജില്
പക്ഷെ അത് നന്മയേക്കാളേറെ തിന്മയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഹോസ്റ്റൈൽ പ്രസ്സുകാരായതുകൊണ്ടാകാം. എന്ന് വെച്ചാൽ ശത്രുതകളല്ല, നല്ല ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന നല്ല മനസ്സുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ആ ഓർഗനൈസേഷനെ. അതാണ് പറയുന്നത്, ഇഫ് ആൻ എഡിറ്റർ അണ്ടർസ്റ്റാൻഡ്സ് ദ ഹോസ്പിറ്റൽസ് പ്രോബ്ലംസ് ഹി ക്യാൻ ഹെൽപ്പ് ഇനോർമസ്ലി. ഒരു നല്ല പ്രസ്സുകാരാണ്, നല്ല ബന്ധമാണ് അവർക്ക് ആ ഹോസ്പിറ്റലിനോട് ഉണ്ടെങ്കിൽ എഡിറ്റർക്ക് തന്റെ രീതിയിൽ തന്നെ അവിടുത്തെ കാര്യങ്ങൾ, ഹോസ്പിറ്റലിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനും മാത്രമല്ല അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. ആ എഴുത്തിലൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് കുറച്ചുകൂടി ഊതി പെരുപ്പിച്ച് എഴുതി പിടിപ്പിച്ചാൽ ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറ്റും. അതാണ് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. അപ്പൊ പ്രസ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ കറക്റ്റ് ആയിട്ട് ലോക്കൽ പ്രസിനെ നന്നായി അറിയുന്നവരായിരിക്കണം. PRO ആ ലോക്കൽ പ്രസ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹോസ്റ്റൈൽ പ്രസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഗുഡിനേക്കാൾ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ ചെയ്യുക. എഡിറ്റേഴ്സ് ഹോസ്പിറ്റൽസിന്റെ പ്രോബ്ലംസ് മനസ്സിലാക്കി they can handle or they can help the hospital enormously എന്ന് വെച്ചാൽ വലിയ ക്വാണ്ടിറ്റിയിൽ, ഇനോർമസ്ലി എന്ന് പറഞ്ഞാൽ ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഒരുപാട് നല്ല നല്ല സഹായങ്ങൾ എഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടാനും സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ. അടുത്തത് ഇനി എന്താണ് അഡീഷണൽ ആയിട്ട് നമ്മൾ അറിയേണ്ടത്? വെൻ സംതിങ് ഹാസ് ഗോൺ സീരിയസ്ലി റോങ് ആൻഡ് കോൺസിക്വൻസസ് മേ ബി ഓഫ് പബ്ലിക് കൺസേൺ, ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി വോളണ്ടിയർഡ് ആസ് ഏർലി ആസ് പോസിബിൾ. അതായത് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റുകളൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംതിങ് വെന്റ് റോങ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും മോശമായ രീതിയിൽ എന്തെങ്കിലും നടന്നു എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ തെറ്റായ രീതിയിൽ, മോശം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് തെറ്റായ രീതിയിൽ, മനുഷ്യനാണല്ലോ, തെറ്റുകൾ പറ്റും. അപ്പൊ ഏതെങ്കിലും രീതിയിലൊക്കെ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ അത് തെറ്റാണ്. ഇപ്പൊ ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിന് കയ്യബദ്ധങ്ങൾ പറ്റാം, നഴ്സുമാർക്ക് പറ്റാം, അവരുടേതായ ഭാഗത്തുനിന്ന് പല തെറ്റുകളും വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്, ചാൻസസ് ഉണ്ട്. പരമാവധി അത് ഇല്ലാതാക്കാൻ നോക്കണം. പക്ഷെ എങ്കിലും നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലത് നമുക്ക് സംഭവിച്ചു തന്നെ പോകും. ആ മനുഷ്യന്റെ അവസ്ഥ അതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത്തരം ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി വോളണ്ടിയർഡ്. അവർക്ക് അവരുടെ രീതിയിൽ ഭാഗത്ത് നിന്ന് അവരതിനെ ക്ലിയർ ചെയ്ത് വേണ്ടത്ര നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ് വോളണ്ടിയർ ചെയ്യാൻ, പുറത്തേക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് അതിന്റെ കോൺസിക്വൻസസും പബ്ലിക്കിന്റെ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻസ് കണ്ടെത്തുക. ആ സൊല്യൂഷൻസ് അത് ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന്, അതാണ് ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞേക്കണം, as soon as possible, എത്രയും പെട്ടെന്ന് എത്തിക്കുക, കുറെ വൈകരുതെന്ന്. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി, അതിന്റെ കോൺസിക്വൻസസ് പബ്ലിക് വളരെയധികം നന്നായിട്ട് ഏറ്റെടുത്തു. എന്ന് വെച്ചാൽ അതെ അവിടെ ഒരു ഇത് നടന്നു, അത് അവരുടെ എന്താ പറയാ വീഴ്ചയാണ്, ആ ഹോസ്പിറ്റലിന്റെ വീഴ്ച കൊണ്ടാണ്. പക്ഷെ അതിന് വേഗം തന്നെ സോൾവ് ചെയ്യാനും ആളുകളിലേക്ക് അതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രദ്ധിക്കണം എന്നാണ്. പിന്നെ ക്ലിയറൻസ് ഓഫ് ഓൾ മെറ്റീരിയൽ ഇന്റൻഡഡ് ഫോർ റിലീസ് മസ്റ്റ് ബി കൺട്രോൾഡ് ബൈ ദ ചീഫ് ഓഫ് PR ആയിരിക്കും എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസ് മെറ്റീരിയൽ ഇൻഫർമേഷൻസ് ഇത് കൺട്രോൾ ചെയ്യേണ്ടതൊക്കെ PR-ന്റെ ചീഫ് തന്നെയായിരിക്കും. ദ മെറ്റീരിയൽ ഷുഡ് ബി പുട്ട് ഇൻ എ ഫോർമാറ്റ് ആൻഡ് റിലീസ്ഡ് മാനർ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത്തരം നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എത്രത്തോളം കറക്റ്റ് ആണോ, നല്ല രീതിയിലാണോ, എത്ര നല്ല രീതിയിലാണോ അത് ഹോസ്പിറ്റലിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് അവിടെ കിടക്കും, ഒരു നേട്ടമായിട്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സീരിയസ് പ്രോബ്ലം, ഒരു ഇഷ്യൂ ഹോസ്പിറ്റൽസിൽ ഉണ്ടായാൽ ഓർ സംതിങ് ഇഫ് ഗോസ് റോങ്, ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് പോയി കഴിഞ്ഞാൽ ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്. അവർക്ക് വേണ്ടത്ര നല്ല രീതിയിലുള്ള, അവർക്ക് കാര്യകാരണ സഹിതമാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു, അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്, അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ ക്ലിയർ ആയിട്ട് as soon as possible or as early as possible ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കണം എന്നാണ്. അത്ര അറിഞ്ഞിരുന്നാൽ മതി, അത് അർത്ഥം മതി നിങ്ങൾ കേട്ടോ. പിന്നെന്താണ് അടുത്തത്? ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടീഷൻ ഓഫ് ഹോസ്പിറ്റൽസ് പേഷ്യൻസ് എസ്പെഷ്യലി VIPs ആൻഡ് വെരി സീരിയസ് പേഷ്യൻസ് ഷുഡ് ബി ഗാർഡഡ് ആൻഡ് പ്രിഫറബിളി ഗവേൺഡ് ബൈ ആൻ അപ്രൂവൽ കോഡ്. ഇനി അത് മാത്രമല്ല, ഹോസ്പിറ്റൽസിന്റെ പേഷ്യൻസ് ഉണ്ടാകുമല്ലോ, ഇഷ്ടംപോലെ പേഷ്യൻസ് വന്നു പോകുന്ന സ്ഥലമാണ്. അതിനകത്ത്
വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് VIP ഉണ്ടാകും. വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സ്ഥലം തന്നെയാണ്, ഒത്തിരി സീരിയസ്. അപ്പൊ അവർക്ക് കുറച്ച് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ കോഡ് അനുസരിച്ച് ഏത് ഹോസ്പിറ്റൽസിലും VIP-കൾക്കും സീരിയസ് പേഷ്യൻസിനും തീർച്ചയായിട്ടും അവർക്ക് ഒരു പരിഗണനയുണ്ട്. അപ്പൊ ആ രീതിയിൽ ഹോസ്പിറ്റൽസിന്റെ നോംസ് അനുസരിച്ച് എല്ലാ ഹോസ്പിറ്റൽസിനും ഉണ്ട് അവരുടേതായ ഒരു പ്രിൻസിപ്പിളിനകത്ത് ഉള്ളതാണ് എന്താണ് VIPs-നും അതുപോലെ തന്നെ എന്താ പറയാ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ്, അതാണ് VIPs എന്ന് പറയുന്നത്. മാത്രമല്ല സീരിയസ് പേഷ്യൻസും, അതായത് വളരെ സീരിയസ് ആയിട്ട് ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു, ആളെ അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ കിടത്താതെ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അവരുടെ സമയം കളയാതെ വേഗം തന്നെ അവരെ ഇപ്പൊ ഏതൊരു പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവരെ നിർത്തിയിട്ട്, അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അവരെ നിർത്തിയിട്ട് ഈ ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെട്ടെന്ന്, അതായത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടാണ്, ജീവൻ ഇപ്പൊ പോകുമോ ഇല്ലേ എന്നുള്ള രീതിയിൽ കിടക്കുന്ന ആളുകൾ വേഗം വന്ന് പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഹോസ്പിറ്റൽസിന്റെ നോംസിലുള്ളതാണ്, പ്രിൻസിപ്പിൾസിലുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് VIP-സിനും അതുപോലെ തന്നെ വെരി സീരിയസ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെയും ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്റർവ്യൂസ് ഓഫ് പേഷ്യൻസ് ബൈ ദ പ്രസ് ഓർ taking their photographs should now only be permitted if the patient or his or her relatives consent and if it is the hospital interest. ഇനി ഈ എന്താ പറയാ വളരെ സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ പേഷ്യൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ പേഷ്യൻസിനുമായിട്ട് ചിലപ്പോൾ ഒരു ഇന്റർവ്യൂസ് ഒക്കെ നടത്തണമെന്ന് വിചാരിക്കാം. ഇപ്പൊ പ്രസിനൊക്കെ എന്തെങ്കിലും പ്രസ് മീറ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് അതിന് മുമ്പ് ഈ പേഷ്യൻസിനെ ഒക്കെ കണ്ട് അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം, അറിയണമെന്നൊക്കെ വിചാരിക്കും. അപ്പൊ അവരുടെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവരുടെ കൺസെന്റ് ചോദിക്കണം. ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ കൺസെന്റ് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെ വന്നിരിക്കുന്ന റിലേറ്റീവ്സിന്റെയും അനുവാദം. ഹോസ്പിറ്റലുകാർ സമ്മതിച്ചു, ഇവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഇത്തരം ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രസ് മീറ്റ് ഒക്കെ നടക്കുമ്പോൾ ഓടി അങ്ങോട്ട് ചെന്നിട്ട് എന്താ പറയാ അവരുടെ പേപ്പറിനകത്ത് ലോക്കൽ ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം വന്ന് ഫോട്ടോ സഹിതമൊക്കെ എടുക്കാനൊക്കെ അങ്ങനെ അനുവദനീയമല്ല. ഹോസ്പിറ്റൽസിന്റെ താല്പര്യവും അതുപോലെ തന്നെ അവിടെ പേഷ്യന്റ് ആരാണോ അതിന്റെ ആ ഒരു എന്തെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്ന പേഷ്യന്റോ അവരുടെ റിലേറ്റീവ്സോ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിന് മുമ്പ് ഓർക്കുക. ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ ഇപ്പൊ കൂടുതൽ ഫോട്ടോഗ്രാഫ്സിനെ കൂടുതൽ നമ്മൾ വീഡിയോസ് ആണല്ലോ കാണാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഉണ്ടായ അനുഭവം ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ ലൈവൊക്കെ ആളുകൾ ഇടും. ചില ലൈവിനകത്തൊക്കെ ചില ആളുകളെയൊക്കെ നമ്മൾ പർട്ടിക്കുലർലി വേണ്ടാത്ത ആളുകളൊക്കെ ദൃശ്യങ്ങളിൽ വരാതിരിക്കാനായിട്ട് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. കാരണം അവര് അറിയുന്നില്ല ഈ വീഡിയോയിൽ ഞാൻ എന്റെ കൂടി തല അവിടെ പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് എടുക്കുക. അല്ലെങ്കിൽ അവരോട് അനുവാദം ചോദിക്കണം, നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച് അവരോട് മനസ്സിലാക്കിയിട്ട് അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഫേസ് മറ്റുള്ളവരിലേക്ക് കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുള്ളൂ. അപ്പൊ അത് കൂടി നോക്കിയിട്ട് വേണം ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് നടത്താനായിട്ട്, അല്ലെങ്കിൽ പ്രസ് മീറ്റിലെ കമ്മ്യൂണിക്കേറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്റർവ്യൂസ് ഓഫ് പേഷ്യൻസ് ബൈ ദ പ്രസ്, ഫോട്ടോഗ്രാഫ്സ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒക്കെ പെർമിറ്റഡ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ് പേഷ്യന്റോ പേഷ്യന്റിന്റെ റിലേറ്റീവ്സോ കൺസെന്റ് കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇനി അടുത്തത് എന്താ, മെഡിക്കൽ ഇൻഫോർമേഷൻ ആൻഡ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ്. മെഡിക്കൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എന്താ പറയാ പേഷ്യന്റുമായിട്ടുള്ള ഇൻഫോർമേഷൻസും അതുപോലെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഇൻഫോർമേഷൻസും ആണ്. Any medical staff information for public consumption should be cleared by public relations. ഇപ്പം സ്റ്റാഫും മെഡിക്കൽ സ്റ്റാഫുമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, പിന്നെ എന്താ പറയാ പബ്ലിക് കൺസംഷൻ, അതായത് ഇപ്പൊ ചില മെഡിസിൻസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പബ്ലിക്കിന് പൊതുജനങ്ങൾക്കൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മെഡിക്കേഷൻസ് ഒക്കെ എങ്ങനെയാ കൺസ്യൂം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് പബ്ലിക് റിലേഷൻസിലൂടെയാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പബ്ലിക് റിലേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മെഡിക്കൽ ഇൻഫോർമേഷൻസ്, മെഡിക്കൽ സ്റ്റാഫ് ഇൻഫോർമേഷൻസ് പബ്ലിക്കിന് വേണ്ടിയൊക്കെ കൊടുക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് പബ്ലിക് റിലേഷൻസിലൂടെ ആണ് എന്നാണ് പറയാ. പിന്നെ നോ പേഷ്യൻസ് ഇൻഫോർമേഷൻ ഷുഡ് ബി റിലീസ്ഡ്, അതായത് ഏതെങ്കിലും പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഒരു പർട്ടിക്കുലർ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് പുറത്തു വിടണമെങ്കിൽ അവരുടെ കൺസെന്റ് കൂടിയേ തീരും. ദ കൺസെന്റ് ഓഫ് ദ സെയിം ഷുഡ് ബി സൈൻഡ്. ഒരു സൈൻ ചെയ്ത ഫോമിൽ സൈൻ ചെയ്തു കുറച്ചു നേരം കഴിയുമ്പോൾ മാറ്റി ഇവരുടെ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങളിത് പുറത്തു വിട്ടത് എന്ന് പറയും. പക്ഷെ സമ്മതം വാക്കാൽ പറഞ്ഞതാണെങ്കിലോ നമ്മള് അങ്ങനെ അതിനൊന്നും ചിലപ്പോ അതിൽ പറയാ ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് മാറ്റി പറഞ്ഞാലോ. അതുകൊണ്ടാണ് പറയണേ ഒരു സൈൻ ഫോമില്
അതായത് ഫോം ഒക്കെ എഴുതിപ്പിച്ച് സൈൻ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിങ്ങളത് ഫോട്ടോസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഞങ്ങളെ കുറിച്ച് പുറത്തു വിടണമെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് സൈൻ ചെയ്ത ഫോമിൽ കൺസെന്റ് വാങ്ങിക്കണം എന്നാണ് പറഞ്ഞേക്കണേ. അല്ലാതെ ഒരിക്കലും പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് പുറത്തുവിടേണ്ട ആവശ്യമില്ല എന്നാണ്. പിന്നെ all questions about hospital operations and its patients should be cleared by chief public relations before being published publicly. പുറത്ത് പബ്ലിക്കിലേക്ക്, അതായത് പേപ്പറിലോ മറ്റേതെങ്കിലും മാഗസിൻസിലോ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള്, പേഷ്യൻസിനെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വളരെയധികം എന്താ പറയാ ക്ലിയർ ചെയ്യണം. ആര്? ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ തീർച്ചയായിട്ടും അവരുടേതായ രീതിയിൽ അത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് മാത്രമേ, അതായത് അവർക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി പറഞ്ഞ് എന്താ പറയാ ക്ലിയർ ചെയ്തതിനു ശേഷം, ഇപ്പൊ എന്തെങ്കിലും തരം ഡൗട്ടുകളൊക്കെ ഉണ്ടാവും, അപ്പൊ അത് ആളുകളിലേക്ക് നെഗറ്റീവായിട്ടൊക്കെ പോകാത്ത രീതിയിൽ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ, പബ്ലിക്കിലേക്ക് അത് പുറത്തേക്ക് വിടാനായിട്ട് പാടുള്ളൂ. അപ്പൊ എന്ത് തരത്തിലുള്ള ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിക്കോട്ടെ, പേഷ്യൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ക്ലിയർ ചെയ്യാതെ ഉള്ളിൽ ക്ലിയർ ചെയ്യാം, എന്നിട്ട് പബ്ലിക്കിലേക്ക് കൊടുക്കാം, അത് എഡിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഓക്കെ, എഡിറ്റർക്ക് കൊടുക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ മെഡിക്കൽ ഇൻഫോർമേഷൻസ് പുറത്തേക്ക്, മെഡിക്കൽ ഇൻഫോർമേഷൻസ് മാത്രമല്ല അതുപോലെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് ആയാലും പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ക്ലാരിഫിക്കേഷൻ നടത്തണം. അത്രേ ഉള്ളൂ അതിന്റെ ചുരുക്കം. ഒരു ഫുൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. പേഷ്യൻസിന്റെ കൺസെന്റ് കൂടാതെ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ റിട്ടേൺ കൺസെന്റ് ആണ് കേട്ടോ, അതായത് റിട്ടേൺ സിഗ്നേച്ചർ കൺസെന്റ് ആണ്. ആ ഒരു സമ്മതം കൂടാതെ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പുറത്തേക്ക് വിടാൻ പാടില്ല. അവരുടെ ചോദ്യങ്ങൾക്ക്, ഇവിടുത്തെ ഓപ്പറേഷൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാകാം, മറ്റേതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആകാം, അതൊക്കെ ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ ഷുഡ് ബി പബ്ലിഷ്ഡ് പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് റിലേഷൻസിന്റെ എന്താ പറയാ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഓഫീസ് ഇൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് നമ്മൾ പറഞ്ഞത്. 4 കാര്യങ്ങൾ. അത് പ്രസ്സിനെ സംബന്ധിക്കുന്നതാണ് കൂടുതലും കേട്ടോ. പ്രസ് എന്താണ്, പ്രസ് എങ്ങനെയാണ്, പ്രസ് എങ്ങനെ നമ്മൾ സഹായിക്കും, അതുപോലെ തന്നെ പ്രസ് കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട്, ഏത് രീതിയിൽ, അതായത് ഇപ്പൊ ചില നല്ല ലോക്കൽ പ്രസ്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഡെയിലി അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് അവർ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു കോപ്പിറൈറ്റ് തരുമ്പോൾ തീർച്ചയായിട്ടും പല രീതിയിലും ഇവരെ സഹായിക്കാനും ആ ഓർഗനൈസേഷനെ സഹായിക്കാനും മുന്നോട്ട് വരും. അപ്പൊ അത് ഒരു ഡെവലപ്മെന്റ് ആണ്. അവരെ ഒരു പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ആളുകളിൽ ഒരു നല്ല ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പൊ അതനുസരിച്ച് അവർക്ക് വികസനം ഉണ്ടാകും, ഡെവലപ്മെന്റ് ഉണ്ടാകും ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രസ് എന്താണെന്നും അല്ലെങ്കിൽ പ്രസ്സിലൂടെ എങ്ങനെ നമുക്ക് ഇത്തരം ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാം, നല്ലൊരു റിലേഷൻസ് കീപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നത്. അത് അഡീഷണൽ ആയിട്ട് വന്ന ഇൻഫർമേഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത്. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. മാത്രമല്ല ഈ മൊഡ്യൂൾസും അവസാനിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ മൊഡ്യൂൾസ് അവസാനിച്ചു എന്നാണ് പറയാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഓർമ്മയുണ്ടോ? എന്റെ എത്ര ചാപ്റ്റർ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയാമോ? പേരുകൾ ഓർമ്മയുണ്ടോ? 1 മുതൽ 4 വരെയുള്ള ടേമിലാണോ ഉദ്ദേശിക്കുന്നത്? മൊത്തം ടേംസില് നമ്മള് 5 ചാപ്റ്റർ. 5 ചാപ്റ്റർ. ഏതൊക്കെയാണ് 5 ചാപ്റ്റർ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ, ഫാർമസി, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റൽ. പബ്ലിക് റിലേഷൻസിൽ 5 ചാപ്റ്ററുകളായിരുന്നു. 5 ചാപ്റ്ററും വലിയ വലിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു കേട്ടാ. അത്യാവശ്യം വലുതാ. ഫാർമസി മാത്രമേ എങ്ങാണ്ട് ചെറുതുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു. അപ്പൊ നമുക്ക് അത്രയും ചാപ്റ്റർ ഉള്ളൂ, ആകെ 5 ചാപ്റ്റർ ഉള്ളൂ. നിങ്ങളുടെ മൊത്തത്തിലുള്ള മൊഡ്യൂളുകൾ നോക്കുമ്പോ 1 തുടങ്ങി 4 വരെയുള്ള മൊഡ്യൂൾസിൽ ചാപ്റ്റേഴ്സ് 5 ഉള്ളൂ. പക്ഷെ കുറച്ച് ലെങ്തി ആണ് എന്ന് മാത്രം. ഓക്കെ, നമുക്ക് വേഗം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം. ഇന്നൊരു മറ്റേ ടീച്ചറിന്റെ കുറച്ച് തീർക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം ചിലപ്പോ ഒരു 11:50 ആകുമ്പോഴേക്കും ടീച്ചർ കയറും. അപ്പൊ ഒരു 3:45 ഞാൻ നിർത്താം. 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ലെക്ചർ തന്നിട്ട് 50 നിങ്ങൾ വീണ്ടും റിജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ മിസ്.
അപ്പൊ ടീച്ചർക്ക് ആ ടീച്ചറിന്റെയും പോർഷൻസ് ഇന്നത്തോടുകൂടി നിർത്താം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കിട്ടുന്ന ദിവസം റിവൈസ് ചെയ്യാനോ ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തരാനുണ്ടോ അതൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാമല്ലോ. നെക്സ്റ്റ് വീക്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര വരെ ക്ലാസ് ഉണ്ടാവും അറിയില്ല. അപ്പൊ അതുവരെ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാൻ പറ്റും. ഇന്ന് എന്റെ അങ്ങോട്ട് തീരുന്നു ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ടീച്ചർക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ തീരുന്ന എപ്പോഴാണോ ടീച്ചർ അതനുസരിച്ച് കയറിക്കോളാന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ പുള്ളിക്കാരിക്കും തീർക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ആ ഒരു ക്ലാസ്സിന് വേണ്ടി വെറുതെ നമ്മളത്രയും സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഒരു 5 മിനിറ്റ് തരുള്ളൂ കേട്ടോ. 45 ഞാൻ നിർത്തി 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ചെറിയ ബ്രേക്ക് ആണ്. അത് കഴിഞ്ഞ് 50 വീണ്ടും ജോയിൻ ചെയ്യണമെന്ന് കേട്ടല്ലോ. അപ്പൊ എന്നാ ക്വസ്റ്റ്യൻ വേഗം എഴുതിക്കോ. നമ്മള് എഴുതിയ ക്വസ്റ്റ്യന്റെ അവിടെ തുടങ്ങിയാണ് പറയണേ. എഴുതിക്കോ. How can the hospitals make public interactions how can the hospital make public interactions to improve public relations അടുത്ത ക്വസ്റ്റ്യൻ. It is the role of ROLE. It is the role of dash. Is the role of dash to suggest hospital administration. It is the role of dash to suggest hospital administration to overcome the methods to overcome their shortcomings. Shortcomings, and interpret the functioning of the hospital. Interpret the functioning of the hospital to the community. Next question. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? Dash and staff should use every opportunity to speak to other service organizations on health matters. Other service matters. Health matters.
Next one. What do you സർവീസ് ഓർഗനൈസേഷൻ കഴിഞ്ഞിട്ട് on health matters? Service organizations on health matters. അടുത്തത്, what do you mean by turnover of what do you mean by turnover of health staff? Turnover of health staff. Next one. Dash helps to identify the ways of improving medical care വേസാ ways രീതികള് helps to identify ways of improving medical care and translates into better and happier patients. ഹാപ്പിയർ അല്ലേ? Happier, HAPPIER, happier patients. അടുത്തത്, it isn't the complaints. It isn't, not in the short form ആണ് ind. It isn't the complaints. Customer remembers. It isn't the complaints customer remembers, comma, but the outcome. It isn't the complaint customer remembers, but the outcome. അത്രയും ഭാഗം ഫുള്ള് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എഴുതാം. Are the words of dash. ഇത് ആരുടെ വാക്കുകളാണെന്നാണ്? ഡാഷിന്റെ വാക്കുകളാണ്. അടുത്തത്, volunteers are also known as dash. അടുത്ത ക്വസ്റ്റ്യൻ, volunteers are also known as dash. Volunteers are also known as dash. Next one. More volunteerism in a hospital. Comma, better is the dash. Next one. Hospital's primary mission is to
primary mission is to hospitals primary mission is to treat and dash ill patients. Treat and dash ill patients. Hospital's primary mission is to treat and dash ill patients. എഴുതിയോ? എഴുതി. ആ ശരി, അടുത്തത് നെക്സ്റ്റ് വൺ. Donations and dash from the public. Donations and dash from the public come in help. Come in help in the importance functioning of hospitals. Important functioning of hospitals. Functioning of hospitals. Next one, expand llama. Expand llama. Expand llama. Next one, more dash patients. More dash patients, comma, worser, WORSER. Worser is the hospital's public relations. Hospital's public relations. More dash patients. Worser is the hospital's public relations. Next one. Which of the following is not a quality of PRO? Not a quality of PRO. അതെ പറയുന്നതില് ക്വാളിറ്റി ഓഫ് PRO അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. Which of the following are not the quality of PRO? താഴെ ഓപ്ഷൻസ് കൊടുക്കാം. Media specialization. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാം. Limited capacity for taking pain. Limited capacity for taking pain. Limited capacity for taking pain. മൂന്നാമത്തെ ഓപ്ഷൻ nice voice and ability to speak. Nice voice and ability to speak. നല്ല സൗണ്ട്, അതുപോലെ തന്നെ നൈസ് വോയിസ് ആണ്, മാധുര്യമുള്ള സൗണ്ടും അതുപോലെ തന്നെ ability to speak. Nice voice and ability to speak. And the last one, creative ideas. Creative ideas. മിസ്സേ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാമോ മിസ്സേ? Which of the following is not a quality of PRO? താഴെ പറയുന്നതിൽ ഏതാണ് PROന്റെ ക്വാളിറ്റിയിൽ പെടാത്തത്?
കിട്ടിയോ ചോദ്യം? ടീമ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What are the promotional events in the function of public relation officer? Promotional events in the function of PRO അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ. PRO എന്ന് എഴുതിയാലും മതി. Next one. PR must know, KNOW, know the dash well, WELL, well. മിസ് ഒന്നുകൂടെ പറയോ? PR must know, KNOW എന്നുള്ള നോ ആണ്. know the dash well. അധികമൊന്നുമില്ല അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. അപ്പൊ ഇനി മോക്ക് ടെസ്റ്റിൽ ഉള്ള ക്വസ്റ്റ്യൻ വേണമല്ലോ ഇന്നത്തെ 5 ക്വസ്റ്റ്യനില്. അപ്പൊ എത്ര ഉള്ളു? എത്ര ക്വസ്റ്റ്യൻ എഴുതി? 15. 15. ഇപ്പൊ എഴുതിയ 15 ആണോ പറഞ്ഞേ? അല്ലെങ്കിൽ മൊത്തം ചാപ്റ്ററിലാണോ? അല്ലല്ലോ, അല്ല ചാപ്റ്ററിൽ നമ്മൾ എത്ര ചോദ്യം എഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ? കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പർ ഇട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പർ ഇട്ട് പോകുന്ന? ഇല്ല, അങ്ങനെ ആരും ഇട്ടിട്ടില്ല. 30 ചോദ്യം ഉണ്ട് മിസ്സേ. 30 ഓക്കെ. 30 പ്ലസ് പിന്നെ നിങ്ങൾക്ക് ഓരോ ദിവസം ക്ലാസ്സിൽ എടുത്താൽ എത്ര ക്ലാസ് കൊണ്ട് അത് തീർന്നെന്ന് അവിടെ നോക്കിയാലേ അറിയുള്ളൂ, എനിക്കറിയില്ല. അത്രയും ദിവസത്തെ 5 വീതം ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ആൻസർ ചെയ്തേ. പറ്റുമെങ്കിൽ നമുക്ക് ആൻസർ പറയാം, അല്ലെങ്കിൽ പറയാവുന്നിടത്തോളം പറയാം. ടീച്ചർക്ക് അത്രയും സമയം വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ 10 മിനിറ്റ് എക്സ്ട്രാ വേണമെങ്കിൽ എടുത്തോട്ടെ. 5 മിനിറ്റ് ഉണ്ട്, വേഗം ഒന്ന് എഴുതി വെക്കാം ആൻസേഴ്സ്. കഴിഞ്ഞെങ്കിൽ പറഞ്ഞോളൂട്ടാ. ആൻസർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പറയണേ.
എത്രാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി? ഉം? 14. 14. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസർ എഴുതിയിട്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം കേട്ടോ. അപ്പൊ കയറുമ്പോ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞല്ലോ, അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ അതിന്റെ ആൻസേഴ്സ് വായിക്കുകയും ചെയ്യാം. എല്ലാ ചാപ്റ്ററും ഒന്നും കൂടി ഒന്ന് എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നമുക്കൊന്ന് നോക്കി പോകാം. ഓക്കെ, അപ്പൊ ബൈ. 5 മിനിറ്റ് കേട്ടോ, 5 മിനിറ്റ് കഴിയുമ്പോ തന്നെ കയറണേ. ടീച്ചർ കയറും. ടീച്ചർ ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് കേട്ടോ. ബൈ ബൈ. Okay, thank you, Miss. Thank you, Miss. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.